വേദലക്ഷ്മിയുടെ എവിക്ഷൻ ഒരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേദലക്ഷ്മിയുടെ മാത്രമല്ല, നമ്മുടെ ജിസേലിന്റെ എവിക്ഷൻ, അങ്ങനെ ഒരുപാട് അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ബിഗ് ബോസ് വീട്ടിൽ നടന്നു കഴിഞ്ഞു. അത് ലാലേട്ടൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ നിൽക്കാൻ യോഗ്യതയുള്ള മത്സരാർത്ഥികളാണ് ഇവിടുന്ന് എവിക്റ്റ് ആയി പോകുന്നത്. അത് PR-ന്റെ പിൻബലം ഉള്ളതുകൊണ്ടാണ് ഒട്ടും അർഹതയില്ലാത്ത മത്സരാർത്ഥികൾ പോലും ഇന്നും ബിബി വീട്ടിനുള്ളിൽ നിൽക്കുന്നത്, അർഹതയുള്ളവർ പുറത്തു പോകുന്നത് എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നത്, ഈ എവിക്ഷൻ നടക്കുന്നത്. PR-ന്റെ ഇത് നോക്കാതെ പ്രേക്ഷകർ ശരിയായിട്ട് ഗെയിം കണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യുക എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആര് കപ്പടിക്കും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം PR ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. എന്തായാലും വേദലക്ഷ്മി ജിസേലും ഒക്കെ ഒരു സ്ട്രോങ് മത്സരാർത്ഥി തന്നെ ആയിരുന്നു. പക്ഷെ അവർ പുറത്തു പോയി. പക്ഷെ അർഹതയില്ലാത്തവർ ഇപ്പോഴും ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്നുണ്ടെന്നാണ് അതിശയിപ്പിക്കുന്നത്. അവരുടെയൊക്കെ PR അത്രമേൽ ശക്തമാണ് പുറത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരിനി വിൻ ചെയ്യുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളിനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പ്രേക്ഷകരിങ്ങനെ നോക്കുകുത്തിയായിട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. PR-ന്റെ ബലത്തിൽ PR-ന്റെ ശക്തിയുള്ളവർ ചിലപ്പം കപ്പ് നേടുമായിരിക്കും.